നിങ്ങൾ വാട്ടർ ജയിൽ കണ്ടിട്ടുണ്ടാ? ഇന്ത്യയിൽ ഇപ്പോഴില്ലാത്ത മുൻകാലത്ത് ടിപ്പു സുൽത്താന്റെ കാലത്ത് പണിതൊരു ജയിലാണിത്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള മൈസൂർ ശ്രീരംഗപട്ടണം എന്നൊരു സ്ഥലത്താണ് ഈ കാണുന്ന വിചിത്രമായ ജയിൽ വരുന്നത്. ഇതാണ് ടിപ്പു സുൽത്താന്റെ അണ്ടർ വാട്ടർ ജയിൽ. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ടിപ്പു സുൽത്താന്റെ ജന്മനാടായ ശ്രീരംഗപട്ടണയിലുള്ളത്. അവിടെ തന്നെ ഇത് അണ്ടർ വാട്ടർ ജയിൽ എന്ന് പറയും. ആ കാലഘട്ടത്തിലുള്ള ബ്രിട്ടീഷുകാരെ അല്ലെങ്കിൽ എന്താ പറയാ തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാരെ ശിക്ഷിക്കുന്ന ഒരു സ്പെഷ്യൽ ജയിലായിരുന്നു ഇത്. ഇതിന് പ്രത്യേകിച്ച് ഇതിന്റെ മേൽഭാഗത്ത് നിന്ന് വെള്ളം തുറന്നു വിടും. ഇവിടെ ഇവരെ ബന്ധിക്കപ്പെടുന്നുണ്ട് ചങ്ങലയില് ബന്ധിക്കപ്പെട്ട് ഈ വെള്ളം മേൽഭാഗത്ത് നിന്ന് തുറന്നു വിട്ടിട്ട് എവിടുന്നാ മറ്റേ വെള്ളം തുറന്നു വിടുന്ന ആ മിഡിലുള്ള ഒരു ഏരിയ കാണിച്ചത്. ചങ്ങലയിൽ ഇങ്ങനെ കുടുക്കി വെക്കുന്ന രീതിയിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട്. അങ്ങോളം തന്നെ കാണുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വെള്ളം തുറന്നു വിടുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇതുവഴിയാട്ടോ വെള്ളം ഇതുവഴിയാണ് വെള്ളം തുറന്നു വിടുന്നുണ്ടായിരുന്നത്. ഇത് കംപ്ലീറ്റ് ഫുൾ ആക്കിയിട്ട് നമ്മളൊരു മൂക്കിന്റെ തലയുടെ ലെവൽ വരെ വെള്ളം നിറച്ചു വിടുമായിരുന്നു. അതായിരുന്നു ഇവിടെ കൊടുക്കുന്ന ശിക്ഷ. യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന ബ്രിട്ടീഷുകാരെയും സൈനികരെയും പാർപ്പിക്കാനാണ് ഈ ജയിൽ ഉപയോഗിച്ചിരുന്നത്. വാട്ടർ ജയിലിന്റെ വലതുവശത്തോട് ഒഴുകുന്ന കാവേരി നദിയിലെ വെള്ളമാണ് ഇവിടത്തേക്ക് എത്തിക്കുന്നത്. ഈ കാണുന്ന കരിങ്കല്ലിലേക്ക് 2 കൈകളും ബന്ദിയാക്കിയതിനു ശേഷം വെള്ളം തുറന്നു വിട്ട് കഴുത്തറ്റം വെള്ളത്തിൽ നിർത്തുക. അങ്ങനെയാകുമ്പോൾ കുറ്റവാളികൾക്ക് ഉറങ്ങാൻ പറ്റില്ല. അതായിരുന്നു ഇവിടുത്തെ ക്രൂരമായ ശിക്ഷ. ഇതിന്റെ മുകളിലേക്ക് പോവാണെങ്കിൽ നമുക്ക് കാവേരി നദിയും കാണാൻ സാധിക്കും. കാണുന്ന ഹോള് കണ്ടോ? ഈ കാണുന്ന ഹോളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രീഡിയേറ്റേഴ്സിന് അപ്പുറത്ത് വരുന്ന ശത്രുക്കൾക്ക് ഒരിക്കലും ഇങ്ങോട്ട് കാണാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഈ ഹോളിലൂടെ 3 ഭാഗങ്ങളായിട്ട് 3 ഏരിയയിലുള്ള ആൾക്കാരെ കാണാനും പറ്റും. ഇവിടെ നമ്മൾ അവരെ അറ്റാക്ക് ചെയ്യാനും പറ്റും. ജയിലുള്ള കാലത്ത് അതല്ല ഒരു എൻട്രൻസ് വരുന്നത്. ഈ കാണുന്ന ഇതാണ് അത് ഡയറക്റ്റ് ഈ അണ്ടർഗ്രൗണ്ട് ജയിലിലേക്കുള്ള എൻട്രി ആയിരുന്നു. അതാണ് ഇപ്പോൾ കല്ല് വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ ബാക്കിൽ കാണുന്ന പുഴയെന്നാണ് നമുക്ക് ഈ വെള്ളം അവർ തുറന്നു വിട്ടിട്ട് ഈ ജയിലിലേക്ക് ഇത് ഫില്ല് ചെയ്യുന്നുണ്ടായിരുന്നത്. ഈ കാണുന്ന നമ്മളെ ഹോള് കേട്ടോ, അതുവഴി അവർ ഫില്ല് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ അധികവും പോകുന്ന ഒരു സ്ഥലമാണ് മൈസൂർ. പക്ഷെ ഇതൊന്നും കാണാതെയാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പൊ അടുത്ത യാത്രയിൽ ഇതുകൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ ഫ്രം ടേസ്റ്റ് ആൻഡ് ട്രാവൽ.